ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വി ക്യാൻ ബി സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോലീസ് ഡ്രൈവറിൻ്റെ സിലബസിനകത്തോട്ട് എൻ്റർ ചെയ്യുകയാണ്. നമ്മുടെ സിലബസിലെ ആദ്യത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ ടോപ്പിക്ക്, അതായത് ഡെഫിനിഷൻ, നിർവചനങ്ങളുടെ ഒരു ഭാഗമാണ്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു സീരീസ് കാണുന്നതെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ പഴയ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് നമ്മുടെ പോലീസ് ഡ്രൈവർ തസ്തികയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും, അതേപോലെ സിലബസിലോട്ട് കയറുന്നതിന് മുമ്പ് ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേമുകളൊക്കെ അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരിക. ഇത് പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ് ഒരു ഡെമോ ക്ലാസ് ആണ്. ഈ വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ ഒരു പെയ്ഡ് ബാച്ച് സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ആകുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡെമോ ആയിട്ടാണ് ഇന്നത്തെ ഒരു ക്ലാസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ സ്റ്റാൻഡേർഡിലായിരിക്കും നമ്മുടെ കോഴ്സിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്, സെയിം സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എക്സാം ആകുന്നിടം വരെ നോക്കിയിരിക്കാതെ ജോയിൻ ചെയ്യുക. കാരണം എല്ലാ വർഷവും നമ്മുടെ ബാച്ചിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുന്നത് പരീക്ഷയുടെ ഒരു മാസം മുമ്പാണ്. നിങ്ങൾ അത്രയും ആ ഒരു ലാസ്റ്റ് ടൈം വരെ വെക്കരുത്. കാരണം ഏറ്റവും കൂടുതൽ ബെറ്റർ നമ്മൾ കുറേശ്ശെ പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാനും, അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലെ ഡിസ്കഷൻ സെക്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അവസാന നിമിഷം വന്നാൽ ഡിസ്കഷൻ സെക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഏതൊക്കെയായാലും ഫീസൊക്കെ സെയിം ആണ് വരുന്നത്. അപ്പം നിങ്ങൾ ഇപ്പം കയറുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മോട്ടോർ വാഹന നിയമം 1988 കുറച്ച് നിർവചനങ്ങളാണ്. എന്താണ് നിർവചനങ്ങൾ? ഏത് നിയമം എടുത്താലും അതിനകത്ത് നിർവചനങ്ങളുണ്ട്. പ്രധാനമായിട്ടും സെക്ഷൻ 2, ഏത് നിയമം എടുത്താലും അതിൻ്റെ സെക്ഷൻ 2 എന്ന് പറയുന്നത് നിർവചനങ്ങളായിരിക്കും. സെക്ഷൻ 2 നിർവചനങ്ങൾ ആയിരിക്കും. സെക്ഷൻ 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉപസെക്ഷനുകളും വരും. ഇപ്പം 2(1), 2(2), 2(10) അങ്ങനെ വരാം. അല്ലെങ്കിൽ 2(a), 2(b), 2(c) അങ്ങനെ വരാം. രണ്ടും അതിൻ്റെ ഉപവകുപ്പുകളും എല്ലാം ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനങ്ങളായിരിക്കും പറയുന്നത്. അതായത് ഏതൊരു നിയമം എടുത്താലും അതിനകത്ത് ചില വാക്കുകൾക്ക് ചില പ്രത്യേക അർത്ഥങ്ങളുണ്ടായിരിക്കും. അതെപ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ഇപ്പം നമ്മുടെ ഒരു പോക്സോ ആക്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യം നിർവചിച്ചിട്ടുണ്ട് കുട്ടി. നമ്മൾ ഈ നിയമം വായിക്കുമ്പോൾ എവിടെയെങ്കിലും കുട്ടി എന്ന് കണ്ടാൽ അതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത്? 18 വയസ്സിൽ താഴെയുള്ളവർ, 18 വയസ്സിൽ താഴെയുള്ളവർ. പക്ഷെ നമ്മൾ ബാലവേല നിരോധന നിയമത്തിലോട്ട് പോയാൽ കുട്ടി എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 14 വയസ്സിൽ താഴെയുള്ളവരാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ സെക്ഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ നിയമത്തിൽ കുട്ടി എന്നാൽ 14 വയസ്സിൽ താഴെയുള്ളവരാണ്. അതേപോലെ തന്നെ പല പല വാക്കുകൾ നമ്മൾ ഓർക്കുന്ന അർത്ഥങ്ങളായിരിക്കില്ല ചിലപ്പോൾ ആ നിയമത്തിനകത്തുള്ളത്. അപ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കണം. അപ്പം പ്രധാനമായിട്ടും ഇതിനകത്ത് അങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാം ഇല്ല. 2(1), 2(2) എന്ന് പറഞ്ഞ് ഒത്തിരി ഡെഫിനിഷനുകൾ മോട്ടോർ വാഹന നിയമത്തിലുണ്ട്. അതിൽ നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അപ്പം നമുക്ക് ഓരോന്ന് വീതം നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് 2(2), സെക്ഷൻ്റെ നമ്പറൂടെ ഒന്ന് പഠിക്കണേ. സെക്ഷൻ 2 സബ്സെക്ഷൻ 2. 2(2) എന്ന് പറഞ്ഞാൽ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയും. ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്താണ്? ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു മോട്ടോർ വാഹനത്തോട് ഒരു സെമി ട്രെയിലർ ഘടിപ്പിച്ചിരിക്കുന്ന വാഹനത്തെയാണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ആദ്യം ഒരു പടം കാണിക്കാം. ഈ ഒരു ചിത്രം നോക്കി. നമ്മുടെ ട്രെയിലർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണ്? മെയിൻ ബോഡിയിൽ ഈ പറഞ്ഞ ഈ ഒരു ഭാഗത്തിനാണ് സെമി ട്രെയിലർ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം, ബാക്കി വണ്ടിയുടെ എഞ്ചിനുമെല്ലാം ബന്ധപ്പെടാത്ത ഈ ഭാഗത്തിനെയാണ് ട്രെയിലർ എന്ന് പറയുന്നത്, സെമി ട്രെയിലർ എന്ന് പറയാം. ഈ ട്രെയിലർ ഈ മെയിൻ ക്യാബിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേക പിവറ്റഡ് ജോയിൻ്റ് ആണ്. പ്രത്യേക ആംഗിളുകളിൽ വണ്ടി തിരിക്കാനായിട്ട് സാധിക്കും. സാധാരണ ലോറിയൊക്കെ തിരിക്കുന്ന പോലെയല്ല, നല്ല രീതിയിൽ ഈ ഒരു വാഹനം തിരിക്കാനായിട്ട് പറ്റും. അങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റോട് കൂടി വരുന്ന വാഹനങ്ങളെയാണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ട്രെയിലർ എന്ന് വിളിക്കപ്പെടുന്ന വാഹനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. മെയിനായിട്ട് അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, അതിനകത്ത് മെയിനായിട്ട് നമ്മുടെ ആ ഓടിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, എഞ്ചിനൊക്കെ വരുന്നത്, അതിനെ നമുക്ക് ആ ക്യാബിനെ ട്രാക്ടർ യൂണിറ്റ് എന്ന് പറയാം. ട്രാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട, മറ്റേ അഗ്രികൾച്ചറിന് ഉപയോഗിക്കുന്ന ട്രാക്ടർ അല്ല, ഒരു മോഷനുള്ള സാധനം എന്ന രീതിയിൽ ട്രാക്ടർ എന്ന് അതിനെ പറയാറുണ്ട്. ട്രാക്ടർ യൂണിറ്റ് എന്ന് പറയും. പിന്നെ നമ്മൾ ആ ഘടിപ്പിക്കുന്ന ഭാഗത്തെ സെമി ട്രെയിലർ എന്നും പറയും. അപ്പോൾ ഈ ഒരു ഭാഗം ട്രാക്ടർ യൂണിറ്റ് എന്ന് പറയും, ഇത് സെമി ട്രെയിലർ എന്ന് പറയും. അപ്പോൾ സെമി ട്രെയിലർ ഘടിപ്പിച്ചിരിക്കുന്ന വാഹനത്തെ നമ്മൾ എന്ത് പറയും?
ഈ പറഞ്ഞ പോലെ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയും. അപ്പോൾ എന്തിനാണ് അതിൻ്റെ ഉപയോഗം? എന്താണ്? വളവുകൾ നന്നായി തിരിയാനായിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവ കണക്ട് ചെയ്യുന്ന ഈ കറങ്ങുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, അതിന് നമ്മൾ ഫിഫ്ത്ത് വീൽ കപ്ലിംഗ് എന്ന് പറയും. ഈ രണ്ട് സംഭവത്തെയും കൂടെ കണക്ട് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയും? ഫിഫ്ത്ത് വീല് കപ്ലിംഗ് എന്നാണ് നമുക്ക് ഈ കണക്ട് ചെയ്യുന്ന ഭാഗത്തെ പറയുന്നത്. അതാണ് നമ്മുടെ ആദ്യത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് 2.4 സെക്ഷൻ 2.4 പഠിക്കുക. നമ്പർ സെക്ഷൻ 2.4 എന്താണ്? സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. നമ്മൾ ചുരുക്കി RC എന്ന് പറയും. RC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, RC ബുക്ക് എന്നൊക്കെ പറയത്തില്ല, അത് തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ? മോട്ടോർ വാഹന നിയമത്തിലെ ചാപ്റ്റർ 4 ഓർക്കണം. മോട്ടോർ വാഹന നിയമത്തിലെ ചാപ്റ്റർ 4 അതിലെ വ്യവസ്ഥകൾക്കനുസൃതമായി ഒരു മോട്ടോർ വാഹനം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അധികാരപ്പെട്ട രജിസ്ട്രേഷൻ അതോറിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റിനെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ട കുറേ വ്യവസ്ഥകൾ നൽകിയിരിക്കുന്ന മോട്ടോർ വാഹന നിയമത്തിലെ ഒരു ഭാഗമാണ് ഭാഗം 4. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വ്യവസ്ഥകളും ഒരു മോട്ടോർ വാഹനം അനുസരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് പാലിക്കുന്നുണ്ട് എന്ന് അധികാരപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തരുന്ന രേഖയെയാണ് എന്ത് പറയുന്നത്? RC അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വണ്ടി റോഡിൽ ഓടിക്കാൻ പര്യാപ്തമാണ്, ഈ നിയമം ചാപ്റ്റർ 4 പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വണ്ടി പാലിക്കുന്നുണ്ട് എന്നതിന് ഒരു അതോറിറ്റി, ലൈസൻസിങ് അതോറിറ്റി ആയിട്ടുള്ള ഒരാൾ നൽകുന്ന സർട്ടിഫിക്കറ്റിനെ നമ്മൾ എന്ത് പറയും? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ RC എന്ന് പറയും. ഇനി അടുത്തത് നോക്കിയേ. RC ഇല്ലാതെ വാഹനം പൊതുനിരത്തിൽ ഓടിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഒരു വണ്ടിക്ക് RC ഇല്ലെങ്കിൽ അത് പൊതുനിരത്തിൽ ഓടിക്കാനായിട്ട് പാടില്ല. പക്ഷെ പ്രത്യേക സാഹചര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ RC ഇല്ലാതെ വാഹനം ഓടിക്കാനായിട്ട് പറ്റും. നമ്മൾ ഇനി പഠിക്കുമ്പോഴത്തേന് മോട്ടോർ വാഹനം അതിൻ്റെ ഓടിക്കുന്ന ശിക്ഷയായിട്ട് ബന്ധപ്പെട്ട സെക്ഷനിൽ അത് പറയുന്നുണ്ട്. RC ഇല്ലാത്ത വാഹനം ഓടിക്കാൻ പറ്റുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് പെട്ടെന്ന് അസുഖങ്ങളോ പരിക്കുകളോ ഒക്കെ പറ്റുമ്പോൾ അയാളെ ആശുപത്രി കൊണ്ടുപോകുക, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട മരുന്നും ഭക്ഷണവും ഒക്കെ മേടിക്കുക, അങ്ങനെയുള്ള ആവശ്യത്തിന് നമുക്ക് RC ഇല്ലാത്ത വാഹനം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അത്യാവശ്യ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വാഹനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 7 ദിവസത്തിനകം നമ്മുടെ ലൈസൻസിങ് അതോറിറ്റി അല്ലെങ്കിൽ RT ഓഫീസിൽ ഇങ്ങനെ ഉപയോഗിച്ച കാര്യം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. അപ്പം പൊതുവേ എന്താണ്, സാധാരണഗതിയിൽ RC ഇല്ലാതെ ഓടിക്കാൻ പറ്റത്തില്ല. പക്ഷേ അടിയന്തര സത്വങ്ങളിൽ RC ഇല്ലാതെ വാഹനം ഓടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത് 7 ദിവസത്തിനുള്ളിൽ അതോറിറ്റിയെ അറിയിച്ചിരിക്കണം. ഇനി നമ്മുടെ RCയിൽ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇതേപോലെ ഇരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്? രജിസ്ട്രേഷൻ നമ്പർ, നമ്മുടെ വണ്ടിയുടെ നമ്പർ, KL 00508 എന്നൊക്കെ പറഞ്ഞുള്ള നമ്പർ. ഇനി വാഹന ഉടമയുടെ പേര്, വിലാസം, ചേസ് നമ്പർ, എൻജിൻ നമ്പർ, വാഹനത്തിൻ്റെ ക്ലാസ്, ഏത് ടൈപ്പ് വാഹനമാണ്, 2 വീലറാണോ 4 വീലറാണോ അങ്ങനെയുള്ള കാര്യം, നിർമ്മിച്ച വർഷം, പിന്നെ ഫ്യൂവൽ, ഏത് ഫ്യൂവലാണ് ഉപയോഗിക്കുന്നത്, സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ്, രജിസ്ട്രേഷൻ്റെ ഡേറ്റ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് പ്രധാനമായിട്ടും RCയിൽ നൽകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 15 വർഷമാണ്. അതായത് ട്രാൻസ്പോർട്ട് അല്ലാത്ത പ്രൈവറ്റ് വാഹനങ്ങൾ പുതുതായിട്ട് നമുക്ക് എടുത്താൽ അതിൻ്റെ രജിസ്ട്രേഷൻ്റെ കാലാവധി 15 വർഷമാണ്. 15 വർഷത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും പുതുക്കണം. 15 വർഷത്തിന് ശേഷം വീണ്ടും പുതുക്കണം. വീണ്ടും പുതുക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 5 വർഷത്തേക്കൂടെ വാലിഡിറ്റി കിട്ടും. ആ 5 വർഷത്തിന് ശേഷം വീണ്ടും പുതുക്കണം, പിന്നെ 5 വർഷം നമുക്ക് കിട്ടും. അങ്ങനെ ആദ്യം 15 വർഷം കിട്ടും. അത് കഴിഞ്ഞ് ഓരോ തവണ പുതുക്കുമ്പോഴും 5 വർഷം വീതമാണ് കിട്ടുന്നത്. അപ്പം പുതിയ വാഹനങ്ങളുടെ നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ 15 വർഷമാണ്. രജിസ്ട്രേഷൻ പുതുക്കിയാൽ വീണ്ടും പുതുക്കുമ്പം ലഭിക്കുന്ന കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ അത് 5 വർഷമാണ്. നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കലിന് രജിസ്ട്രേഷൻ കാലാവധി തീരുന്നതിന് പരമാവധി എത്ര ദിവസം മുമ്പ് അപേക്ഷിക്കാമെന്ന് ചോദിച്ചാൽ 60 ദിവസം മുമ്പാണ്. അതായത് നമ്മുടെ 18/7/26 നമ്മുടെ ലൈസൻസ്, ഈ പറയുന്ന RC തീരും. എക്സ്പയറി ഡേറ്റ് ആണ് RCയുടെ എക്സ്പയറി ഡേറ്റ്. 15 വർഷമായിട്ട് RC തീരുന്നത് ഈ ഡേറ്റിലാണെങ്കിൽ ഇതിന് 60 ദിവസം മുമ്പ് മുതൽ നമുക്ക് ഇതിനെ അപേക്ഷിച്ച് ഈ ഒരു പുതുക്കലിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ 60 ദിവസം മുമ്പ് മുതൽ നമുക്ക് ഈ അപേക്ഷിക്കാനുള്ള
അല്ല ഈ പറഞ്ഞ പുതുക്കാനുള്ള അപേക്ഷ കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പം 3 പോയിന്റാണ് പ്രധാനപ്പെട്ട പോയിന്റ്. നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ പുതിയ വാഹനങ്ങൾക്ക് 15 വർഷം, 15 വർഷത്തിന് ശേഷം 5 വർഷം വീതം പുതുക്കി ലഭിക്കും. ഇനി കാലാവധി തീരുന്നതിന് 60 ദിവസം മുമ്പ് നമുക്ക് പുതുക്കാനായിട്ട് അപേക്ഷിക്കാം. ഇതാണ് നമ്മുടെ RC സർട്ടിഫിക്കറ്റ്. ഇനി അടുത്തത് 2.12A. 2.12A എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോൾഡൻ അവർ അല്ലെങ്കിൽ സുവർണ മണിക്കൂറാണ്. ഗോൾഡൻ അവർ, സുവർണ മണിക്കൂർ. അതായത് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ട് പരിക്ക് സംഭവിച്ച് ആദ്യത്തെ 1 മണിക്കൂറിനാണ്, ഒരു അപകടമൊക്കെ സംഭവിക്കുന്ന ആദ്യത്തെ 1 മണിക്കൂറിനെയാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. അതായത് ആ സമയത്ത് ഒരാളെ പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റിയാൽ, ആശുപത്രി കൊണ്ടുപോകാൻ പറ്റിയാൽ നമുക്ക് അയാളെ രക്ഷിക്കാനായിട്ട് സാധിക്കും, അല്ലേ? ഏറ്റവും കൂടുതൽ ആളുകൾ റോഡ് അപകടത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? രക്തം വാർന്നു പോയാണ്. ആദ്യത്തെ 1 മണിക്കൂറൊക്കെ ആരും കാണാതെ റോഡിൻ്റെ സൈഡിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ രക്തം മുഴുവൻ വാർന്നു പോയി മരിച്ചു പോകും. അപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു അപകടം സംഭവിച്ചാൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ആദ്യത്തെ 1 മണിക്കൂറിനെ നമുക്ക് എന്ത് പറയാം? ഗോൾഡൻ അവർ, മലയാളത്തിൽ സുവർണ മണിക്കൂർ എന്നും പറയാം. 2 രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഗോൾഡൻ അവർ എന്നും ചോദിച്ചിട്ടുണ്ട്, സുവർണ മണിക്കൂർ എന്നും ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ ആ ഒരു സമയത്ത് മരണസാധ്യത വളരെ കൂടുതലാണ്. കൃത്യമായിട്ടൊരു ഇടപെടൽ അവിടെ നടത്തിയാൽ ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കും. അത്രയും നിർണായകമായിട്ടുള്ളൊരു സമയമാണ് ഗോൾഡൻ അവർ. 2.12A അതിനെപ്പറ്റി നിർവചിക്കുന്നു. 12A എന്ന് കണ്ടോ? അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാണുമ്പോഴേ നമുക്ക് ഊഹിക്കാം ഇത് മോട്ടോർ വാഹന നിയമം നിലവിൽ വന്ന 1988 നിലവിൽ വന്നപ്പോൾ ഈ ഒരു ടേം അതിനകത്ത് ഇല്ലായിരുന്നു, ഈ ഒരു ഡെഫിനിഷൻ അതിനകത്ത് ഇല്ലായിരുന്നു. പിന്നെ 2019 ഭേദഗതിയിലൂടെയാണ് ഈ സാധനം നമ്മുടെ നിയമത്തിലോട്ട് കയറ്റിയത്. ഭേദഗതി വഴി വന്നതാണ്. 2019 ഈ ഭേദഗതി നടന്നതെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് എന്താണ്? 2.34 പബ്ലിക് പ്ലേസ്. എന്താണ് പബ്ലിക് പ്ലേസ് അല്ലെങ്കിൽ പൊതുസ്ഥലം? ഈ നിയമത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ പൊതുസ്ഥലം എന്ന് കണ്ടാൽ അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് എന്നതാണ്? പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാൻ അവകാശമുള്ള ഏതൊരു റോഡ്, തെരുവ്, വഴി അല്ലെങ്കിൽ സ്ഥലത്തെയും പബ്ലിക് പ്ലേസ് എന്ന് പറയാറുണ്ട്. അതായത് പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുന്ന റോഡ്, തെരുവ്, വഴി, അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ, അതിനെയെല്ലാം നമുക്ക് എന്ത് പറയാം? പൊതുസ്ഥലം അല്ലെങ്കിൽ പബ്ലിക് പ്ലേസ് എന്ന് പറയാം. കൂടാതെ നമ്മുടെ വാഹനങ്ങൾ, ബസ്, അതേപോലെയുള്ള വണ്ടികൾ യാത്രക്കാരെ കയറ്റാനും ചരക്ക് കയറ്റാനും ഒക്കെ നിർത്തുകയും എടുക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളെയൊക്കെ എന്ത് പറയാം? പബ്ലിക് പ്ലേസ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പം പബ്ലിക് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ പൊതു റോഡുകൾ വരും, തെരുവുകൾ വരും, പൊതുജനങ്ങൾക്ക് തുറന്ന പാർക്കിംഗ് സ്ഥലങ്ങൾ വരും, പെട്രോൾ പമ്പ്, ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പ്, ടാക്സി സ്റ്റാൻഡ്, ഇങ്ങനെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന എല്ലാ സ്ഥലത്തെയും നമുക്ക് എന്ത് പറയാം? പൊതുസ്ഥലം എന്ന ഡെഫിനിഷനിൽ പറയാനായിട്ട് സാധിക്കും. വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ്. ഇനി അടുത്തത് 2.47. എന്താണ് 2.47 പറയുന്നത്? ട്രാൻസ്പോർട്ട് വെഹിക്കിളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ? ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ യാത്രക്കാരെയോ ചരക്കുകളെയോ കൊണ്ടുപോകുന്നതിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളെയാണ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ എന്ന് പറയുന്നത്. ചരക്കുകളോ യാത്രക്കാരെയോ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പറയുവാണെങ്കിൽ പബ്ലിക് സർവീസ് വാഹനം. പബ്ലിക് സർവീസ് വാഹനം ആ പേരിൽ നിന്ന് തന്നെ എടുത്തോണം. പബ്ലിക് സർവീസ് വാഹനം, അതായത് പബ്ലിക് ആളുകളെ സർവീസ് നടത്തുന്ന വാഹനങ്ങൾ, ആളുകളെ സർവീസ് നടത്തുന്ന വാഹനങ്ങൾ. അതായത് നമ്മുടെ KSRTC, സ്വകാര്യ ബസ്, ടാക്സി, അതേപോലെയുള്ള വാഹനങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ആളുകളെ കയറ്റി സർവീസ് നടത്തുകയാണ്. അതാണ് പബ്ലിക് സർവീസ് വാഹനം എന്ന് പറയുന്നത്. പിന്നെ ഗുഡ്സ് ക്യാരേജ്, ഗുഡ്സ് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, ലോറി, മിനി ലോറി, പിക്കപ്പ്, അതേപോലെ ഗുഡ്സ് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ. 3 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബസ്, അതായത് സ്കൂളുകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന ബസ്സുകൾ. പിന്നെ എന്താണ്? പ്രൈവറ്റ് സർവീസ് വാഹനം. പ്രൈവറ്റ് സർവീസ് വാഹനം എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ഒരു സംശയം തോന്നുന്ന ഒരു ടേം. പ്രൈവറ്റ് സർവീസ് വാഹനം. ഇവിടെ എല്ലാവരും പ്രൈവറ്റ് വാഹനം എന്ന് ഇതിനെ തെറ്റിദ്ധരിക്കും. ശ്രദ്ധിച്ചോണം, ഇത് പ്രൈവറ്റ് വാഹനം എന്നല്ല തന്നിരിക്കുന്നത്, പ്രൈവറ്റ് സർവീസ് വാഹനം എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ചില തുണിക്കടകൾ, സ്വർണ്ണക്കടകൾ, ചില മാളുകൾ, അപ്പോൾ അവിടുത്തെ ജീവനക്കാരെ അവരുടെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുയാക്കാനും ഒക്കെ ആ സ്ഥാപനത്തിൻ്റെ തൻ്റെതായിട്ടുള്ള വണ്ടികൾ കാണും. ബസ്സുകളായിരിക്കാം, മിനി ലോറികൾ, മിനി ജീപ്പുകളായിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. അപ്പം അങ്ങനെ
പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാനായിട്ട് സർവീസ് നടത്തുന്ന വാഹനങ്ങളെയാണ് പ്രൈവറ്റ് സർവീസ് വാഹനം എന്ന് പറയുന്നത്. സ്വകാര്യ വാഹനം പ്രൈവറ്റ് വെഹിക്കിൾ ആണ്, പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ അല്ല. പ്രൈവറ്റ് വെഹിക്കിളും പ്രൈവറ്റ് സർവീസ് വെഹിക്കിളും മാറിപ്പോകരുത്. അപ്പം പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പോർട്ട് വാഹനമാണ്, പക്ഷെ പ്രൈവറ്റ് വാഹനം ഒരു ട്രാൻസ്പോർട്ട് വാഹനമല്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ യാത്രക്കാരെയോ, ഇപ്പം ബൈക്കേ യാത്രക്കാരെ പോകണുണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ പൈസക്ക് കയറ്റിക്കൊണ്ട് പോകണതാണോ ഈ പറയുന്ന ബൈക്കോ നോർമൽ കാറോ ഒക്കെ നമ്മൾ വീട്ടുകാരോ സുഹൃത്തുക്കളോ അങ്ങനെയൊക്കെ പോകുന്നതാണ് പ്രൈവറ്റ് വാഹനങ്ങൾ. പക്ഷെ ഇതിനകത്ത് എന്താണ്, ഏതെങ്കിലും ഒരു ആൾക്കാരെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒരു ചരക്ക് കൊണ്ടുപോകണം, പൈസ മേടിച്ചിട്ട് അങ്ങനെയുള്ള വണ്ടികളെയാണ് ട്രാൻസ്പോർട്ട് വാഹനം എന്ന് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്പോർട്ട് വാഹനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഹെവി വാഹനങ്ങൾ മാത്രം വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ഓർക്കുക, ട്രാൻസ്പോർട്ട് വാഹനത്തിൽ ഹെവിയും അല്ലാതെയുള്ള വാഹനങ്ങളും വരാം. ഇപ്പം ടാക്സി ട്രാൻസ്പോർട്ട് വാഹനമാണ്, ഹെവി ആണോ? അല്ല. ഓട്ടോറിക്ഷ, കൂലിക്ക് ഓടുന്ന ഓട്ടോറിക്ഷ ഒരു ട്രാൻസ്പോർട്ട് വാഹനമാണ്. പക്ഷെ എന്താണ്, ഈ പറയുന്ന പോലെ അതെന്താണ്, ഒരു ഹെവി വാഹനം അല്ല, പക്ഷെ എന്താണ്, ട്രാൻസ്പോർട്ട് വാഹനമാണ്. അപ്പം അത് തെറ്റിപ്പോകാതെ പഠിച്ചിരിക്കുക. ഇനി അടുത്തത് 2.15. ഇതിനകത്ത് പറയുന്നത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്, GVW. ഫുൾ നെയിം പഠിക്കണേ. GVW എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. GVWൻ്റെ ഫുൾ ഫോം എന്താണ്? ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. മലയാളത്തിൽ പറഞ്ഞാൽ മൊത്ത വാഹന ഭാരം. മൊത്ത വാഹന ഭാരം. എന്താണ് മൊത്ത വാഹന ഭാരം? ഒരു വാഹനത്തിൻ്റെയും അതിൽ കയറ്റിയിരിക്കുന്ന ചരക്കിൻ്റെയോ അല്ലെങ്കിൽ യാത്രക്കാരുടെയോ ആകെ അനുവദനീയമായ ഭാരത്തെയാണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്, GVW എന്ന് പറയുന്നത്. ഈ ഭാരം രജിസ്ട്രേഷൻ അതോറിറ്റി അംഗീകരിച്ച് രജിസ്റ്റർ ചെയ്തതായിരിക്കും. അതായത് ഒരു വാഹനത്തിന് ഒരു ഭാരമുണ്ട്. ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഭാരം 2000 കിലോ ആണെന്ന് വെക്കുക. നമ്മുടെ RC ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അത് മാക്സിമം എത്ര ലോഡ് കയറ്റാം? 1000 കിലോ ലോഡ് കയറ്റാം. 1000 കിലോ ലോഡ് കയറ്റാം. അപ്പം നമ്മുടെ വാഹനത്തിൻ്റെ GVW എത്രയാണെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ഭാരം പ്ലസ് മാക്സിമം അതേ കയറ്റാൻ പറ്റുന്ന ലോഡ്. അതേ ഇപ്പം നിലവിലിരിക്കുന്ന ലോഡല്ല ഉദ്ദേശിക്കുന്നത്. എത്ര ലോഡ് മാക്സിമം കയറ്റാൻ പറ്റുമോ, നമ്മുടെ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് എത്ര കയറ്റാൻ പറ്റുമോ അതുകൂടെ കൂട്ടുന്നതാണ്. വാഹനത്തിൻ്റെ ഭാരം പ്ലസ് അതിൽ അനുവദനീയമായിരിക്കുന്ന മാക്സിമം ഭാരം, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? GVW എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ GVW 2000 പ്ലസ് 1000 3000 കിലോയാണ്. 3000 കിലോയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. GVW എന്ന് പറഞ്ഞാൽ എന്താണ്? വാഹനത്തിൻ്റെ സ്വന്തം ഭാരം പ്ലസ് അനുവദനീയമായ പരമാവധി ലോഡാണ്. ശ്രദ്ധിക്കുക, ഇത് യഥാർത്ഥത്തിൽ ആ നിമിഷമുള്ള ഭാരമല്ല, നിയമപ്രകാരം അനുവദിച്ചിരിക്കുന്ന പരമാവധി ആകെ ഭാരം ആണ്. ഓക്കെ, അത് മാറിപ്പോകരുതേ. നമ്മുടെ ഒരു വാഹനത്തിൽ ഇപ്പം എത്ര ലോഡ് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ തൂക്കമല്ല, മാക്സിമം എത്ര കയറ്റാൻ പറ്റുമോ അതും പ്ലസ് വാഹനത്തിൻ്റെ ഭാരവും കൂടെ കൂടുന്നതാണ് GVW എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സിലബസിൽ ഇല്ലാത്തതാണ്, പക്ഷെ നമുക്ക് ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. UW എന്താണെന്ന്, അൺലാഡഡ് വെയിറ്റ്. UW എന്താണ്? ULW എന്നെങ്ങാണ്ടായിരുന്നു തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. ഇതിൻ്റെ ഫുൾ ഫോം ചോദിച്ചു. അൺലാഡഡ് വെയിറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ചോദിച്ചു. അൺലാഡഡ് വെയിറ്റ് എന്താണ്? അൺലാഡഡ് വെയിറ്റ് എന്ന് ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്താണ്? ഒരു വാഹനത്തിൻ്റെയോ ട്രെയിലറിൻ്റെയോ സാധാരണ പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഉൾപ്പെടുന്ന ഭാരം, എന്നാൽ ഡ്രൈവറുടെയും അറ്റൻഡറുടെയും ഭാരം ഒഴിവാക്കുകയാണ് കണക്കാക്കുന്നത്. അതായത് നമ്മുടെ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആ വാഹനത്തിൻ്റെ ഭാരം എന്തൊക്കെ, ആ വാഹനത്തിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ പാർട്സ് വേണോ അതിൻ്റെ ഭാരം, അതിനകത്തെ ലോഡോ അതിൽ കയറിയിരിക്കുന്ന ആളുകളെയോ ഡ്രൈവറോ ഒന്നും ഉൾപ്പെടുത്താതെ വാഹനത്തിൻ്റെ ഭാരം മാത്രമാണ് അൺലാഡഡ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഭാരം മാത്രം അൺലാഡഡ് വെയിറ്റ് ആണ്. വാഹനത്തിൻ്റെ ഭാരം പ്ലസ് അതിൽ കയറ്റാൻ പറ്റുന്ന മാക്സിമം ലോഡ്, നമുക്ക് കയറ്റാൻ പറ്റുന്നതല്ല, നിയമപരമായിട്ട് കയറ്റാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ലോഡ്, ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് GVW. വാഹനത്തിൻ്റെ ഭാരം മാത്രമാണ് അൺലാഡഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ഒന്നിലധികം ബോഡിയോ ഭാഗങ്ങളോ ഘടിപ്പിക്കാവുന്ന വാഹനമാണെങ്കിൽ അവയിൽ ഏറ്റവും ഭാരമുള്ള ബോഡി ഘടിപ്പിച്ചാലുള്ള അവസ്ഥയിലെ ഭാരം തന്നെയാണ് അൺലാഡഡ് വെയിറ്റ്. ഇനി വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ ഘടിപ്പിക്കാൻ പറ്റുന്ന വാഹനം, ഇപ്പം നോക്കിയേ, ഈ ഒരു വാഹനത്തിൻ്റെ ബോഡി സെയിം ആണ്. പക്ഷേ ഇവിടെ ടിപ്പർ ആണെങ്കിൽ ബോഡി ഈ രീതിക്കാണ് വരുന്നത്, ഇനി ടാങ്കർ ആണെങ്കിൽ ഈ രീതിക്കാണ് വരുന്നത്, മിക്സർ ആണെങ്കിൽ ഈ രീതിക്കാണ് വരുന്നത്. ഇതിൻ്റെ എല്ലാം സെയിം വെയിറ്റ് ആയിരിക്കുമോ? അല്ല, വ്യത്യാസമായിട്ടുള്ള വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ വണ്ടിയുടെ അൺലാഡഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏത് വെക്കുമ്പോഴാണോ ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്നത്. ഇപ്പം ടാങ്ക് ഈ ഒരു പാർട്ട് വെക്കുന്നതിന് 100 കിലോയാണ് വരുന്നത്.
പിന്നെ ഈ ഒരു പാർട്ടിന് 200 കിലോയാണ് വരുന്നത്, ഈ ഒരു പാർട്ടിന് 300 കിലോയാണ് വരുന്നത്. മാക്സിമം ഇപ്പോൾ ഇത് 300 കിലോ, ഏറ്റവും കൂടുതൽ 300 കിലോയാണ് ഈ സാധനം വെക്കുമ്പം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് അൺലാഡഡ് വെയിറ്റ് കൂട്ടുമ്പം എല്ലാത്തിൻ്റെയും ബോഡിയുടെ വെയിറ്റ് 500 കിലോയാണ്. ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോർഷൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 500 കിലോയാണ്. ഈ എക്സ്ട്രാ വരുന്ന പാർട്ട് ഒരെണ്ണത്തിന് 100 കിലോ, അടുത്തതിന് 200 കിലോ, ഇതിന് 300 കിലോ. ഏറ്റവും കൂടുതൽ ഏതാണോ ഇപ്പം 300 കിലോ അത് കൂട്ടുന്നതാണ് അൺലാഡഡ് വെയിറ്റ്. അൺലാഡഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 800 കിലോയാണ്. ഒരു വാഹനത്തെ ഇതേപോലെ വെക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ആ വാഹനത്തിൻ്റെ തന്നെ ഭാഗമാണ് കേട്ടോ. ഇത് ലോഡല്ല, ശരിക്കും ലോഡല്ല ഉദ്ദേശിക്കുന്നത്. ഈ വാഹനത്തെ തന്നെയുള്ള ഒരു സെറ്റിങ്സ് ആണ് ഈ ടാങ്കറും മിക്സറും ഒക്കെ പറയുന്നത്. അതിനകത്ത് കയറ്റുന്ന സിമെൻറ്റോ ലോഡോ അങ്ങനെയുള്ളതൊന്നും കണക്ക് കൂട്ടത്തില്ല. ഈ വാഹനത്തെ വെക്കാൻ പറ്റുന്ന ഒരു മാക്സിമം ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതിനാണോ വരുന്നത് അതാണ് അൺലാഡഡ് വെയിറ്റ് ആയിട്ട് എടുക്കുന്നത്. വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അൺലാഡഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും അറിഞ്ഞിരിക്കുക, ഒരു വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുന്ന ആ ഒരു വെയിറ്റിനെ നമുക്ക് എന്ത് പറയാം, അൺലാഡഡ് വെയിറ്റ് എന്ന് പറയാം. അപ്പോൾ അതിൽ ഉൾപ്പെടുന്നത് ടൂൾ കിറ്റ്, സ്പെയർ വീല്, സാധാരണ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങളൊക്കെ അതിനകത്ത് വരും. എന്തൊക്കെ കൂട്ടത്തില്ല, ഡ്രൈവറിൻ്റെ തൂക്കം, അറ്റൻഡർ, ക്ലീനർ അവരുടെ തൂക്കം, യാത്രക്കാരുടെ തൂക്കം, ചരക്കിൻ്റെ തൂക്കം, അതൊന്നും അതിനകത്ത് ഉൾപ്പെടത്തില്ല. ഇനി അടുത്തത് ഹെവി ഗുഡ്സ് വാഹനം. അതിനെപ്പറ്റി പറയുന്നത് 2.16 ഹെവി ഗുഡ്സ് വാഹനം 2.16. എന്താണ് ഹെവി ഗുഡ്സ് വാഹനം എന്ന് പറയുന്നത്? 12,000 കിലോഗ്രാമിൽ കൂടുതലുള്ള ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഉള്ള വാഹനങ്ങളെയാണ്, ഗുഡ്സ് ക്യാരിയേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന ഹെവി വാഹനം എന്ന് പറയുന്നത്. അതായത് ചരക്ക് കയറ്റുന്ന വാഹനമായിരിക്കണം. അതിൻ്റെ GVW എന്ന് പറയുന്നത് 12,000 കിലോയിൽ കൂടുതലായിരിക്കണം. 12,000 കിലോയിൽ കൂടുതലായിരിക്കണം. 12,000 കിലോ ഇതിൽ ഉൾപ്പെടുന്നില്ല. 12,001 മുതലാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. 12,000 ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഹെവി ഗുഡ്സ് വാഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? 12,000 കിലോയിൽ അധികമുള്ള ചരക്ക് വാഹനങ്ങളെയാണ് എന്ത് പറയുന്നത്, ഹെവി ഗുഡ്സ് വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ ഹെവി ഗുഡ്സ് വാഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? ചരക്ക് വാഹനമായിരിക്കും. അതിൻ്റെ GVW എത്രയായിരിക്കും? 12,000 കിലോയിൽ കൂടുതലായിരിക്കും. ഇനി വാഹനം ട്രാക്ടർ അല്ലെങ്കിൽ റോഡ് റോളർ, നമ്മുടെ അമ്മാവൻ വണ്ടി എന്നൊക്കെ പറയുന്ന റോഡ് റോളർ, റോഡ് പണിക്ക് ഉപയോഗിക്കുന്ന അതേപോലെയുള്ള വാഹനങ്ങളാണെങ്കിൽ, ട്രാക്ടറോ റോഡ് റോളറോ ആണെങ്കിൽ അതിൻ്റെ അൺലാഡഡ് വെയിറ്റ് എന്ന് പറയുന്നത് 12,000 കൂടുതലാണെങ്കിൽ അതിനെ എന്തായിട്ട് കൂട്ടാനായിട്ട് പറ്റും? ഹെവി ഗുഡ്സ് വാഹനമായിട്ട് കൂട്ടാൻ പറ്റും. ഇനി സാധാരണ ചരക്ക് വാഹനമാണെങ്കിൽ GVW 12,000 കൂടുതലുള്ളത്. ഇനി ട്രാക്ടറോ റോഡ് റോളറോ ആണെങ്കിൽ അൺലാഡഡ് വെയിറ്റ് 12,000 കൂടുതലുള്ളതാണ് ഈ ഒരു ഡെഫിനിഷനിൽ വരുന്നത്. തെറ്റിപ്പോകരുത്. ട്രാക്ടറോ ട്രെയിലറോ ആണെങ്കിൽ അതിൻ്റെ GVW അല്ല, അവിടെ അൺലാഡഡ് വെയിറ്റ് ആണ്. ഇപ്പോൾ ഒരു ട്രാക്ടർ എടുക്കുവാണ്, അതിൻ്റെ ട്രാക്ടറിൻ്റെ അൺലാഡഡ് നമ്മുടെ GVW എന്ന് പറയുന്നത് 12,100 ആണ്. 12,100 ആണ്. അപ്പം GVW 12,000 കൂടുതലാണ്. ഇത് ഹെവി ഗുഡ്സ് വെഹിക്കിളിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താണ്? ഇതിൻ്റെ അൺലാഡഡ് വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ അൺലാഡഡ് വെയിറ്റ് ചിലപ്പം 10,000 കിലോ ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ നോക്കുന്നത്. ട്രാക്ടറോ ട്രെയിലറോ ആണെങ്കിൽ അൺലാഡഡ് വെയിറ്റ് എത്രയാണോ അതാണ് 12,000 കൂടുതൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ശ്രദ്ധിച്ചോണം. റോഡ് റോളറിനോ ട്രാക്ടറിനോ അൺലാഡഡ് വെയിറ്റ് 12,000 കൂടുതലായിരിക്കണം. അല്ലാത്ത മറ്റ് ചരക്ക് വാഹനങ്ങൾക്ക് GVW 12,000 കൂടുതലായിരിക്കണം. ഇനി അടുത്തത് സെക്ഷൻ 12.17. 12.17 പറയുന്നത് ഹെവി പാസഞ്ചർ വാഹനമാണ്. അപ്പം പാസഞ്ചർ വാഹനമാണ്. അപ്പം തന്നെ എന്താണ്? യാത്രക്കാരെ കയറ്റിക്കൊണ്ട് പോണ വാഹനം. അതിൻ്റെ GVW എന്ന് പറയുന്നത് 12,000 കൂടുതൽ. ഇവിടെ അത് തന്നെ 12,000 കൂടുതലാണെങ്കിൽ അതിനെ എന്ത് പറയാം? ഹെവി പാസഞ്ചർ വാഹനം എന്ന് പറയാം. ഒരു വാഹനം അത് ആളുകളെ കയറ്റുന്ന വാഹനമായിരിക്കണം. ബസ് അതേപോലെയുള്ള വാഹനങ്ങൾ ആളുകളെ കയറ്റുന്ന വാഹനമാണ്. അതിൻ്റെ മൊത്ത വാഹനഭാരം അല്ലെങ്കിൽ GVW എന്ന് പറയുന്നത് 12,000 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ അതിനെ എന്ത് പറയാൻ പറ്റും? ഹെവി പാസഞ്ചർ വാഹനം എന്ന് പറയാനായിട്ട് സാധിക്കും.
ഇനി അടുത്തത് അത്രയേ ഉള്ളൂ നമുക്ക് ഡെഫിനിഷൻ ആ ഒരു സെക്ഷൻ അതുകൊണ്ട് തീർന്നു. മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പം ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ആദ്യം 12.2 നമ്മൾ പഠിച്ചത്. എന്താണ് 12.2? ആർട്ടിക്കുലേറ്റഡ് വാഹനം. പ്രത്യേകിച്ച് ഒന്നുമില്ല, ട്രെയിലർ വിഭാഗത്തിൽപ്പെടുന്ന ഇതേപോലെയുള്ള വാഹനങ്ങളെയാണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ള നിർമ്മാണം എന്തിനാണെന്ന് ചോദിച്ചാൽ വളവുകൾ സ്മൂത്തായിട്ട് തിരിക്കാൻ. വലിയ നീളമുള്ള ഒരു ക്യാബിനായിരിക്കും ഇതിൻ്റെ പുറകിലുള്ളത്. അതായത് ഈ ലോഡ് കൊണ്ടുപോകുന്ന സാധനത്തിന് ഭയങ്കര നീളമായിരിക്കും. നമുക്ക് സാധാരണ ലോറിയെ പോലെയൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളഞ്ഞു വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലതായിട്ട് വളവ് തിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ RC ആണ്. ആ ചാപ്റ്റർ 4 വ്യവസ്ഥ അനുസരിച്ച് ഒരു ഉദ്യോഗസ്ഥൻ അംഗീകരിച്ചതായിരിക്കും നമ്മുടെ വാഹനം റോട്ടിൽ ഓടിക്കാനായിട്ട് പര്യാപ്തമാണെന്ന് പറഞ്ഞത്. ഇനി RCയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ഗോൾഡൻ അവർ. ഒരു അപകടം സംഭവിച്ച് ആദ്യത്തെ 1 മണിക്കൂറിനെയാണ് നമ്മൾ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. പബ്ലിക് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതു റോഡ്, പൊതുസ്ഥലം, ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാർക്കിംഗ് സ്ഥലം, പെട്രോൾ പമ്പ്, ടാക്സി സ്റ്റാൻഡ്, അതെല്ലാം എന്തായിട്ട് വരും? പബ്ലിക് പ്ലേസിൽ വരും. ഇനി ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ യാത്രക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്ന വാഹനങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചരക്ക് കയറ്റിക്കൊണ്ട് പോകുന്ന വാഹനങ്ങളായിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സർവീസ് വാഹനം, ഗുഡ് സർവീസ് വാഹനം, എഡ്യൂക്കേഷണൽ ബസ്സസ്, പിന്നെ പ്രൈവറ്റ് സർവീസ് വാഹനം. അതിനകത്ത് പ്രൈവറ്റ് സർവീസ് വാഹനം ഓർത്ത് വെച്ചോളുക, തെറ്റിക്കരുത്. ഇനി അടുത്തത് GVW, അതായത് ഒരു വാഹനത്തിന്റെ ഭാരം പ്ലസ് അതിനകത്ത് കയറ്റാൻ നിയമപരമായിട്ട് പറ്റുന്ന വാഹനം, ഇത് രണ്ടും കൂടെ കൂട്ടുന്നതിനെയാണ് GVW എന്ന് പറയുന്നത്. അപ്പോൾ അൺലാഡഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാഹനത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ബേസിക് സ്ട്രക്ചറുകൾ അതിന്റെ മാത്രം തൂക്കത്തിനെയാണ് അൺലാഡഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഹെവി ഗുഡ്സ് വാഹനം എന്താണ്? 12,000 കിലോഗ്രാമിൽ കൂടുതലുള്ള ചരക്ക് വാഹനം. 12,000 കിലോയിൽ കൂടുതൽ GVW 12,000-ൽ കൂടുതലുള്ള ചരക്ക് വാഹനം, അല്ലെങ്കിൽ ട്രാക്ടറോ റോഡ് റോളറോ ആണെങ്കിൽ നമ്മുടെ അൺലാഡഡ് വെയിറ്റ് എന്ന് പറയുന്നത് 12,000 കിലോയിൽ കൂടുതലുള്ള വാഹനങ്ങൾ. അപ്പോൾ അതിനെയാണ് ഈ ഹെവി ഗുഡ്സ് വാഹനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹെവി പാസഞ്ചർ വാഹനമാണെങ്കിൽ എന്താണ്? 12,000 കിലോയിൽ കൂടുതലുള്ള ആളുകളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളെ ഹെവി പാസഞ്ചർ വാഹനം, അത് GVW ആണ്. നമ്മുടെ അൺലാഡഡ് വെയിറ്റ് ഒരു സ്ഥലത്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അത് ട്രാക്ടറും അതേപോലെ തന്നെ റോഡ് റോളറും ആണ്. ഇനി അടുത്തത് തീർന്നു. ജസ്റ്റ് ഒരു ചെറിയൊരു കുറച്ച് കാര്യം എന്ന് പറയാം. ലൈറ്റ് മോട്ടോർ, മൂന്നായിട്ട് നമ്മുടെ വാഹനങ്ങളെ തിരിക്കാം. ഒന്ന് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ LMV, 2 മീഡിയം മോട്ടോർ വെഹിക്കിൾ, 3 ഹെവി മോട്ടോർ വെഹിക്കിൾ. അങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, മീഡിയം മോട്ടോർ വെഹിക്കിൾ, ഹെവി മോട്ടോർ വെഹിക്കിൾ. നമ്മൾ ഹെവി പഠിച്ചു. ഹെവി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 12,000 അതിൽ കൂടുതൽ കിലോഗ്രാമിൽ കൂടുതൽ വെയിറ്റ് കയറ്റാൻ പറ്റുന്ന വാഹനങ്ങളായിരിക്കും. 12,000 കൂടുതൽ GVW ഉള്ള GVW 12,000-ൽ കൂടുതലുള്ള വാഹനങ്ങളെ ചരക്ക് കയറ്റുന്നതാണെങ്കിൽ ഹെവി ചരക്ക് വാഹനങ്ങൾ എന്ന് പറയാം. യാത്രക്കാരെ കൊണ്ടുപോകണതാണെങ്കിൽ ഹെവി യാത്രാ വാഹനങ്ങൾ എന്ന് പറയാം. പാസഞ്ചർ വെഹിക്കിൾ എന്ന് പറയാം, ഹെവി പാസഞ്ചർ വെഹിക്കിൾ എന്ന് പറയാം. അപ്പം ഇവിടെ 12,000 ആണ്. 12,000-ൽ കൂടുതൽ. 12,000 ഇതിനകത്ത് വരത്തില്ല. 12,000-ൽ കൂടുതൽ. പിന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ 7,500 കിലോ വരെ ഭാഗമുള്ള വാഹനങ്ങൾ. 7,000 GVW ആണ് പറയുന്നത്, എല്ലാം GVW ആണ്. 7,500 വരെയുള്ള വാഹനങ്ങൾ, GVW 7,500 വരെയുള്ള വാഹനങ്ങൾ. അതായത് 7,500 കിലോ ഉള്ള വാഹനം ഏതിൽ വരുമെന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ ലൈറ്റ് മോട്ടോർ വാഹനങ്ങളിൽ വരും. 12,000 എവിടെ വരുമെന്ന് ചോദിച്ചാൽ ഹെവി മോട്ടോർ വാഹനത്തിൽ വരുമോ? ഇല്ല, 12,000 ഹെവി മോട്ടോർ വാഹനത്തിൽ വരത്തില്ല. 12,000 എവിടെ വരും? മീഡിയത്തിൽ വരും. അപ്പം മീഡിയം എന്താണ്? 7,500-ൽ കൂടുതൽ 12,000 വരെ. 7,500-ൽ കൂടുതൽ 12,000 വരെ, അതാണ് അവിടെ പറയുന്നത്. അപ്പം ഈ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7,500 വരെ, 7,500 ഉൾപ്പെടെ അതിൽ താഴോട്ടുള്ളതെല്ലാം ലൈറ്റ് മോട്ടോർ വാഹനത്തിൽ വരും. 7,500 പ്ലസ് 7,501 മുതൽ 12,000 ഉൾപ്പെടെ 12,000 വരെ മീഡിയത്തിൽ വരും. ഹെവി മോട്ടോർ വാഹനം എന്ന് വെച്ചാൽ 12,000-ൽ കൂടുതൽ. ഏറ്റവും കൂടുതൽ സംശയം വരാനായിട്ടുള്ള സാധ്യതയുള്ളത് ഈ 7,500 ഏത് കാറ്റഗറി വരും? 7,500 ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വരും. 12,000 ഏതി വരും? മീഡിയം വെഹിക്കിളിൽ വരും. 12,000-ൽ കൂടുതലാണെങ്കിൽ മാത്രമേ എവിടെ വരുള്ളൂ? ഹെവിയിൽ വരുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് എന്ന് പറയുന്നത്. പിന്നെ ലൈറ്റ് മോട്ടോർ വാഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന കാറ്, ജീപ്പ്, ചെറിയ വാഹനങ്ങളൊക്കെ ലൈറ്റാണ്. ഇടത്തരം എന്ന് പറയുന്നത് മിനി വാൻ, മിനി ലോറി, അതൊക്കെയാണ് ഇടത്തരം വാഹനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ വലിയ വാഹനങ്ങൾ ഹെവി ബസ്, ലോറി, അതേപോലത്തെ ഹെവി വാഹനങ്ങളാണ് ഹെവി മോട്ടോർ വെഹിക്കിളിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴ്സ് നമ്മുടെ ഈ ഒരു ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക. യൂട്യൂബിൽ
ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫുൾ സിലബസും മോക്ക് ടെസ്റ്റും നോട്ട്സും ഒക്കെ ലഭിക്കുന്നത് കോഴ്സ് വഴിയായിരിക്കും. അപ്പം ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ടും ലിങ്ക് കൊടുത്തേക്കാം, അത് ക്ലിക്ക് ചെയ്താലും മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.